അച്ഛന് ഞാനൊരു വലിയ സർപ്രൈസ് കൊടുക്കാൻ പോണേ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എന്താ പ്രതിഭാസം റെഡ് കളറിലെ ഒരു പതി ഇതിനുള്ളിലാണ് സർപ്രൈസ്. സൂപ്പറല്ലേ എന്റെ കൊച്ചു അതടക്കടി നോക്കടി അത് ആ ചെറുക്ക കൊച്ച കണ്ട ആ ചെറുക്ക കൊച്ചക്ക് അത് ചെറുക്കച്ചേ ഓ എന്റെ രാമാവേ എന്നോട് കൂട്ടില്ലേ എന്നത്തിനാന്നറിയോ കുയിലാണോ എന്താ അറിയില്ല. ഒച്ചയുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ നിർത്തുകയും ചെയ്ത് നല്ല അനുസരണയുള്ള കളി. അല്ല രാവിലെ ചില കാക്കകളുണ്ട് ഉറങ്ങും തുടങ്ങും രാവിലെ തന്നെ എന്നെ പോലെ തന്നെ. അപ്പോൾ ഇതേ നമ്മുടെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഭയങ്കര ഫുൾ എനർജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഒരു ചെറിയ ഉറക്കച്ചടം ഉണ്ടാവുമല്ലോ നമുക്ക് രാവിലെ എണീക്കുന്നതിൻ്റെ ഒരു മടിയുടെയൊക്കെ എല്ലാവർക്കും ഉള്ളതന്നെ. അപ്പോൾ എനിക്കും അതുണ്ട്. ഭയങ്കര മോർണിംഗ് സിക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട. രാവിലെ എണീക്കുന്നതേ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ട്രോമയാണ്. ദൈവമേ തള്ളറിയും വീഴോ ഇന്ന് എങ്ങനെയായിരിക്കും ദിവസം ഛർദ്ദിക്കാൻ. എനിക്ക് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, മിക്ക ദിവസങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും നീറ്റിയൊക്കെ വിടട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഇതേ ഉള്ളൂ ഇപ്പം. അപ്പം ഞാൻ ഈ സൺലൈറ്റിനൊക്കെ എടുത്ത് നിന്ന് ഇച്ചിരി ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇരിക്കട്ടെ. അവിടെ നിന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. ഇത് നമ്മുടെ രണ്ടാമത്തെ അടുക്കളയിൽ നമ്മുടെ ചാർപ്പിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. സൂര്യൻ അങ്ങോട്ട് എണ്ണീറ്റ് വീഴുന്നുണ്ട്, പൊങ്ങി വീഴുന്നുണ്ട്. എന്തേ ഇതില്ലാത്ത ഭയങ്കര പതുക്കെയാണല്ലോ പോകുന്നത്. സുപ്രഭാതമാണല്ലോ കേൾക്കുന്നത്. അല്ല അമ്പലത്തിലേതാണ്. സുപ്രഭാതമല്ല, അമ്പലത്തിൽ വേറെ പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നൊരു വലിയ സർപ്രൈസ് ഉണ്ട്. അച്ഛന് ഞാനൊരു വലിയ സർപ്രൈസ് കൊടുക്കാൻ പോണേ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹത്തോടുകൂടി അതുപോലെ തന്നെ അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കാര്യം ഒത്തിരി വേഗം ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ചെയ്തു. ചേട്ടായിക്ക് മാത്രമേ അറിവുള്ളൂ, ചേട്ടാനെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളിന്ന് അത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് വെച്ചിട്ടാണ്. അത്രയും ദൈവ ചൈതന്യമുള്ളൊരു സ്ഥലത്ത് വെച്ച് തന്നെ അത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രാവിലെ നമ്മൾ പെരുന്നമ്പലത്തിൽ പോകാൻ പോകണം. പച്ചച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നമ്പലത്തിൽ പോകണം, നമുക്ക് ഡെയിൻ മേലസ് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തോളാം, വീഡിയോ തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിളിച്ചെണ്ണിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ്. ഞാൻ ഡോർ അടച്ചിട്ടാണ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഡോറും നമ്മുടെ അടുക്കളയുടെ ഗ്ലാസ് ഡോറും അടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ കേൾക്കത്തില്ല, ഇവിടെ നിന്ന് അങ്ങനെ നിന്ന് സംസാരിച്ച് നമ്മുടെ റൂം വരെ കേൾക്കത്തില്ല. ഇവിടെ നമ്മുടെ റൂമിൽ നിന്ന് സംസാരിച്ചാൽ പോലും പുറത്തോട്ട് പോലും കേൾക്കത്തില്ല. അപ്പം നമുക്ക് വിളിച്ചെണ്ണിപ്പിച്ച് കടിഞ്ചായം കുടിച്ച്, ഞാൻ കടിഞ്ചായക്ക് വെള്ളം വെച്ചേക്കുമായിരുന്നു. കടിഞ്ചായം കൊടുത്ത് അപ്പം അടയ്ക്കുന്ന എന്തൊക്കെ ഇത് പ്രായമായിട്ട് ദൈവമേ തന്തവയ്പ്പ് അല്ല തള്ളവയ്പ്പ്. അയ്യോ ഇതെന്താ അണയ്ക്കുന്ന നടക്കുകയും ചെയ്ത് അണയ്ക്കുന്നത്. അയ്യോ തീർന്നു. അപ്പം നമുക്കിത് നേരെ കൊണ്ടുവന്ന് കടിഞ്ഞായി കൊടുത്ത് എണ്ണീപ്പിച്ച് ഞാൻ പെട്ടെന്ന് നേരെ കുളിക്കണം. ഞാൻ ഡ്രസ്സ് തേച്ചിട്ടേക്കുന്നു. നോർമൽ ചുരിദാർ കേട്ടോ, അവരോട് വരെയല്ലേ പോകുന്നുള്ളൂ. എന്താ എന്നെ അണയ്ക്കുന്നത്, എനിക്ക് പേടി വരുന്നു. അപ്പം കൊണ്ടുകൊടുത്താൽ എനിക്കൊന്ന് വെള്ളമൊന്നും കുടിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് തൊണ്ട് വരണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ദാഹം വന്നിട്ടിരിക്കാത്തപ്പോൾ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ വേറെ വല്ല അസുഖം വന്നൊന്നും പറഞ്ഞേക്കല്ലോട്ടല്ലോ, ചുമ്മാ ഒന്നും പറയില്ലേ വെച്ചിട്ട് പേടിപ്പിക്കാൻ. പ്രായം എൻ്റെ കുഴപ്പമില്ല. 3 വർഷം കൂടെ കഴിയുമ്പോൾ 30 വയസ്സാവുന്നുള്ളൂ. എനിക്ക് എന്നും ചിന്ത ഇങ്ങനെ, ദൈവം 30 വയസ്സോ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇതാന്ന് ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഏജ് കൂടാതെ പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഏജ് കൂടുണ്ടെന്ന് ഇരുന്ന് പൊട്ടത്തരൊക്കെ രാവിലെ പറയുന്നുണ്ട്. അത് രാവിലെ ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം, മനസ്സിലായി? നിങ്ങളല്ലേ എൻ്റെ ഇതൊക്കെ വാഴത്തരൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല, അതാണ് മെയിൻലി. ഞാൻ ഇപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് തന്നെ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. എനിക്കങ്ങനെ പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ സംസാരിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ വേറെ എന്തെങ്കിലും പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇനി ഒത്തിരി പറയുന്നില്ല, പറഞ്ഞു തരുന്നില്ല. കാണാൻ പെട്ടെന്ന് പോകണം. കാരണം അമ്മജനസ് വന്നിട്ട് വന്നപാടെ സ്കൂളിൽ കൊണ്ടാക്കേണ്ടതാണ്. അവളെ വന്നിട്ട് വേണം കുളിപ്പിക്കാൻ, എണ്ണിപ്പിക്കാനില്ല. പിള്ളേരെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അമ്മീച്ചനെ ഇപ്പം വിളിച്ച് എണ്ണിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്കൂളിൽ ചെന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറക്കം വരുന്നതായിട്ട്. അതുകൊണ്ട് ആമിച്ചനെ ഇപ്പം എണ്ണിപ്പിക്കുന്നില്ല. ലച്ചൂട്ടി എങ്ങാനും നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അല്ല ഞാൻ കുളിച്ചിറങ്ങുന്നതിന് മുന്നേ എണ്ണീറ്റ് വരുവാണെങ്കിൽ ലച്ചൂട്ടിനെ വിളിച്ച് നോക്കാം. വരുവാണെങ്കിൽ കൊണ്ടുപോട്ടോ. അപ്പാ
ഞാൻ എന്താ അച്ഛനെ പോയി വിളിച്ചെണ്ണിപ്പിക്കട്ടെ. നമ്മൾ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്താ രസം. ഒത്തിരി കടുപ്പ് ഇഷ്ടമില്ല കേട്ടോ ഇവിടെ ആർക്കും. അതായത് കടിഞ്ചായക്ക് ഒത്തിരി കടുപ്പ് ഇഷ്ടമില്ല. ചാച്ചാ അപ്പു എണ്ണീറ്റേ എന്നേക്ക് അപ്പാ പ്ലീസോ. എടാ എണ്ണീക്ക് പോണം, അമ്പലത്തിൽ പോണം. എണ്ണീക്ക് വാ വാ. അന്ന് കടിച്ചായിരുന്നോ? വീഡിയോയാ? എന്താണത്? പുഷപ്പ് അടിക്കാൻ പോന്നു. എന്നാ നീ കഴിഞ്ഞ വെക്കട്ടെ ഇവിടെ. എന്താ പ്രതിഭാസം? എണ്ണീക്ക് വാ, പോണം, സമയം പോകുന്നു. വാ വാ അമ്മ പോണം. ഞാൻ പെട്ടെന്ന് കുളിക്കട്ടെ. നീ എനിക്ക് ഞാൻ കുളിച്ചിട്ട് വരാവേ. എന്നെ എന്തെല്ലാം പറയാറുള്ള വശക്കടി കിടക്കല്ലേ, വശക്കടി ഇരിക്കല്ലേ. എനിക്ക് പെട്ടെന്ന് വടല് പിടിക്കുമ്പോ മോനെ മൊത്തത്തിൽ പ്രായമായി, ഏജായി. കുളിച്ച പെട്ടെന്ന് വരാവോ? എന്തെങ്കിലും ഇടണേ. ഇത് ഈ പെണ്ണുങ്ങളെക്കാളും കഷ്ടം ചേച്ചി. രണ്ട് ഡ്രസ് എന്തിടും ഇങ്ങനെ ക്വസ്റ്റ്യൻ. എന്ത് തപ്പുന്നുണ്ടല്ലോ ഓർത്ത്. എന്തുകൊണ്ട് നോക്കട്ടെ. ആ ഉണ്ടായിരുന്നു ചേച്ചി. ഞാനോർത്ത് എന്തിടുന്ന ചേച്ചി. ഓ മിനിങ്ങൊന്നും വേണ്ട. മിന്നും തരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പുതിയ ഉണ്ടാ ഒരാളുണ്ടല്ലോ രാവിലെ എന്നെ വിളിച്ച് എണീപ്പിച്ച് കഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന് സർപ്രൈസ് തരാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇപ്പൊ എന്ന് മനസ്സിലായത്. പക്ഷെ നൈസായിട്ട് പൊളിഞ്ഞു പോയി. കാരണം എൻ്റെ പേരിലാണല്ലോ എഴുതുന്നതും ഞാനാണല്ലോ ഇടേണ്ടതും. ഇതെല്ലാം തിരുമേനി എൻ്റെ ഇരുന്നത്. എന്നെ കാണിക്കാൻ നൈസായിട്ട് എഴുതിപ്പിക്കാൻ നമുക്ക്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാനിത് എൻ്റെ പേരിലോട്ട് ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ കിട്ടി കേട്ടോ. അതായത് ഇവർക്ക് ആരും ഒന്നും അറിയില്ല. സർപ്രൈസ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ആഗ്രഹിച്ച് ഒറിജിനൽ രുദ്രാക്ഷമാണ് കേട്ടോ. സ്വർണ്ണമാണ് കേട്ടോ. അതാണ് ഹൈലൈറ്റ്. ഭയങ്കര സന്തോഷം. കാരണം രാവിലെ പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇത് അവളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കൂടെ കിട്ടിയോ. കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് മഹാദേവൻ. അത് അറിഞ്ഞു തന്നെ എനിക്ക് രാവിലെ മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ശിവരാത്രി ആയിട്ട് ഇത് മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. എനിക്ക് ഞാനെടുത്ത് പണി എനിക്കറിയാന്നല്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ വീണ്ടും വിഷ്ണു ലോകം എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. തിരുവേനെ അമൽ വിളിച്ച് നേരെ നടയ്ക്ക് മുന്നിൽ നിർത്തി ഇരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഒരു അവിടെ നിന്നിങ്ങനെ അവിടെ അച്ഛൻ പറഞ്ഞ് ഒരു എൻ്റെ പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ.
കൊള്ളാവെന്ന് പറയണ കേട്ടോ. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഷർട്ട് എടുത്തില്ല. അതെ, ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതായത് പ്ലേറ്റ് ചെയ്യുന്ന ഗോൾഡ് വെച്ചിട്ടാണ്. അതായത് ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നമ്മള് ഇത് ഒറിജിനൽ ഗോൾഡ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ കയ്യിൽ കാണുമ്പോ. ഇതിനറ്റത്ത് ഇതിലൂടെ ലോക്കറ്റ് കൂടെ ഇടാം അല്ലേ? ഇടാൻ പറ്റും. ഇനി ലോക്കറ്റ് എന്തിനാ? ഇതല്ലേ ഇല്ല, അതാ ആ ഇത് അടിവശം അത് ലോക്ക് ചെയ്യുന്ന ഇതാ. അല്ല, ലോക്കറ്റ് ഇടാണല്ലോ. ഇനി മനുഷ്യയായിരിക്കും ഷർട്ട് പോലും ഇടത്തില്ല. അതുകൊണ്ട് തന്നെ നടന്നെന്നറിയോ, ഈ ഷർട്ട് ഞാൻ അവിടുന്ന് അപ്പുറത്തമ്പലത്തുനിന്ന് ഇവിടം വരെ പിടിച്ചിരുന്നു. ഷർട്ട് ഇടാതെ സ്കൂട്ടറിൽ വന്ന് നമുക്ക് മീൻ തീറ്റ വാങ്ങിച്ചു കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അച്ഛൻ ആദ്യം എടുക്കും കാണട്ടെ. കുറേ കുഞ്ഞിനും വലുതും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഓ ഇല്ല, എല്ലാം വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇടുന്നു. നേരത്തെ പ്ലാസ്റ്റിക് ഉള്ളായിരുന്നു. അപ്പം അറിയാത്തവർ എവിടെ ഇട്ടിട്ട് പോവേ, ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ. അങ്ങ് വരിട്ടിട്ടോ. സന്തോഷം കൊണ്ടാണോ ഉണ്ണി? സന്തോഷം കൊണ്ടാന്ന് തോന്നി കേട്ടോ. ഇവിടുന്ന് വിട്ട് ഇവിടുന്ന് വരെ മീൻ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തോരം മീനുണ്ടല്ലേ. അയച്ചുവിട് കാറ്റേ, കാറ്റയച്ചുവിട്, കാറ്റയച്ചുവിട്. കുറഞ്ഞു കേട്ടോ, ജിമ്മി പോകുന്നുണ്ടല്ലോ. ഓക്കെ, സുന്ദരനായിട്ടുണ്ട്. നല്ല തിരക്കുള്ള ദിവസം കേട്ടോ. ഇന്നിപ്പോ കടയിൽ കൊച്ചുമില്ല. അതെ, ഒട്ടും ടൈമില്ല. ചേട്ടായി കൊണ്ടുവിട്ടോളൂ. പിന്നെ എനിക്ക് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോകണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ചെയ്ത് വെക്കാൻ വേണ്ടി. എന്നാ നീ കൊടുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ. എന്താ എന്റെ പ്രശ്നം അച്ഛൻ എന്തൊരു സർപ്രൈസ് കൊടുക്കും. അച്ഛൻ ഭയങ്കരമായിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ഭയങ്കര ഈഗോ. എനിക്കൊന്നുമില്ലല്ലോ. അച്ഛന് ഭയങ്കര രസമായിട്ടിരിക്കുന്നു. നല്ല ഞങ്ങള് വീട്ടിൽ വന്നു കേട്ടോ. രണ്ടുപേരെയും കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഇരുത്തിയേക്കാണ്. അമ്മ മേക്കപ്പ് തുടങ്ങി. എല്ലാ ദിവസവും രാവിലത്തെ മേക്കപ്പാണ് ഇവിടെ കേട്ടോ. അനങ്ങാതെ ഇരുന്ന് കൊടുത്തോളൂ. പേടിച്ചിട്ടാട്ടോ, വേറെ ഒന്നും കിട്ടല്ല. അനുസരണൊന്നുമല്ല. ആണോ? ഓ ശരി, ആയിക്കോട്ടെ. എന്നാന്നറിയ, ഇവള് ആദ്യമൊക്കെ ആണെങ്കിൽ മൊത്തം ആക്കുമായിരുന്നു. ഇവള് ഒരുക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോൾ ഒരു സൈഡ് ഫുള്ളിൽ ഇങ്ങനെ കരിമശി ആക്കി വെക്കും. പിന്നെ അത് രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് രണ്ട് അടിയൊക്കെ കൊടുത്ത് കരിമശി കരിമശി. ഇപ്പൊ നോക്കി, സെറ്റല്ലേ, ചെറ്റല്ലേ രാവിലെ. ലറ്റുമാ ചേച്ചിയുടെ ഉടുപ്പാണ് ഇട്ടേക്കുന്നേ. ആ അതാ ഞാൻ പറഞ്ഞത്. ഇവക്ക് വണ്ണം ഇല്ലാത്തവണ്ണ, മനസ്സിലായോ? ആ ഉള്ളു. ആ അതെ അതെ. ലറ്റുമാ മുടി വേണ്ടേ നമുക്ക്? നല്ല ഭംഗിക്ക് ഒരുക്കുവേ ഈ രാവിലെ. പക്ഷെ നമുക്ക് ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കാണേലും ഇവക്കാണേലും ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഈ പെണ്ണിനെ നോക്കുമ്പോൾ അതേപോലെ തന്നെ തല വെച്ചോണ്ടിരിക്കും കേട്ടോ. ഇവിടെ വാടി, ഇവിടെ വന്നേടി. രാവിലെ എന്റെ മാല കണ്ടിട്ട് ഒരുത്തി പറയുക, ഇത് പിള്ളേരെയൊക്കെ പിള്ളേർ വഴക്കുണ്ടാകുമ്പം പേടിപ്പിക്കത്തില്ലേ? അങ്ങനെ
അതിനുശേഷം ദേവീന്റെ മാലയാണ്. അതിനുശേഷം പറഞ്ഞു ശിവന്റെ മാലയാന്ന് പറഞ്ഞു. ആരുടെ മാലയാ മോനെ? ആണോ? ലച്ചൂട്ടിയെ മാല കാണിച്ചപ്പോ ലച്ചൂട്ടി പറയും എനിക്കും മാല ഉണ്ടടാന്ന് പറഞ്ഞ് മാല പൊക്കി കാണിക്കുന്നു. മോനെ അച്ഛനെ പുതിയ മാല കണ്ടോ? കണ്ടോ മാല? അയ്യേ എച്ചൂനില്ല, എച്ചൂനില്ല. ചുമ ചുമയാ ചുമ. ആണോ ആണോ? ഇന്നലെ മേടിച്ചോണ്ട് വന്നോ? ഇന്നാള് ഇത് കാർബൺ കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ചൂസിന്റെ. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രെയിം വരുമ്പോഴത്തേക്കും കറക്റ്റ് ഇവളുടെ ഷേപ്പാണ് ഇപ്പം ആമിച്ചനായി വരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് പറയണം കേട്ടോ. സ്കെയിൽ ഒരു സ്കെയിൽ ഞാൻ കൊണ്ടുവരായിരുന്നു. കൊച്ചിനെ എന്തോ കൊണ്ടുപോകാനിട്ട് ചിക്കൻ നഗറ്റ്സ്. ഇന്ന് മിനിങ്ങാന്ന് പാവമായിരുന്നു കേട്ടോ. മിനിങ്ങാന്ന് ബണ്ണും ഒന്നും ഇല്ലാതെ കഴിച്ചത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ബണ്ണും ക്രീമണ്ണ് നടക്കൂന്ന് മുറിച്ച് 2 പീസ് പോലെ വെച്ചു. എന്നിട്ട് 2 എള്ളുണ്ട. ഇതല്ലേ നല്ല ഇതുള്ള സാധനല്ലേ 2 എള്ളുണ്ട. പിന്നെ സ്ട്രോബെറി. രാവിലെ പിന്നെ ഇവളെ കഴിക്കത്തില്ല ഒന്നും പോയാല്. തിരിച്ചെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് തന്നെ കഴിക്കത്തുള്ളൂ കേട്ടോ. കുഞ്ചു സീഗ അടിച്ചിരിക്കുക. എനിക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. കുഞ്ചു സീഗ അടിച്ചിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. മോനെ എങ്ങനെ ഉണ്ടറാ? സൂപ്പറാണോ? അച്ഛക്ക് ഏറുന്നുണ്ടോ? വാറാ. സൂപ്പറല്ലേ? സൂപ്പറല്ലേ? ആ എന്റെ കൊച്ചു അതാണ് കൂടി നോക്കടി. ആ ചിരിക്കുമ്പോ ഉള്ള വാങ്ങി തയ്ച്ചടി. ഇങ്ങോട്ട് വന്നേ. ഇത് പക്ഷെ എനിക്കുണ്ടല്ലോ ഇവളെ കാണുന്നത് എപ്പോഴും ഒരു ചെറുക്കൻ കൊച്ചായിട്ടാ തോന്നാറുള്ളത്. സത്യമായിട്ടും ഇവ കാണുന്നൊരു പെങ്കൊച്ചിന്റെ ഒരു ടച്ചുള്ള ഇവ അത് ആ ചെറുക്കൻ കൊച്ച കണ്ടോ? ആ ചെറുക്കൻ കൊച്ചേക്ക് അത് ചെറുക്കച്ചേ. എനിക്ക് ചിലപ്പോ തോന്നി ഇവള് നടത്തത്തിന്റെ ഒക്കെ ആയിരിക്കുവേ. ശരിക്കൊരു ആൺകുട്ടിയാണ് കേട്ടോ അവള്. വീട്ടിലെ ഗുണ്ട അവളാ അല്ലേ മോനെ? ആ പാറ്റയല്ല പേപ്പർ. പാറ്റാനെ പേടിയാ കേട്ടോ ഭയങ്കരമായിട്ട്. ആ മുടി ഇങ്ങ് കൊണ്ടുവന്നേ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്റെ പൊന്നെ. നോക്കുന്നുണ്ടോ? അന്യനകത്തൊക്കെ ഉള്ള നോട്ടം നോക്കുന്നേ. കൊടുക്കാതെ അമ്മയുടെ കൈ കൊടുക്കാതെ. ആ ഇവളെ നമ്മളെ പേടിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം. അന്യനകത്തെ പോലെ മുടി താഴോട്ടിട്ടിട്ട് ഇങ്ങനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇപ്പൊ കണ്ണ് മൂക്കേലോട്ട് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ലെറ്റൂട്ടിങ് വന്നേടാ. കണ്ണൊന്ന് കാണിച്ചു ഇങ്ങനെ മൂക്കേലോട്ട്. ഇങ്ങനെ 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 ആരും നോക്കുന്നേ? കാണിച്ചു കൊടുക്കണ്ട. പക്ഷെ തന്നെ കാണിച്ചത് മരിയമ്മയുടെ ഫോണാണ് കേട്ടോ. എടുത്തോണ്ട് പോകുന്നത്. സൂപ്പറായിട്ടുണ്ട് എന്റെ സുന്ദരി മോന്. എല്ലാരോടും പോയി പറയണ അപ്പൂച്ച പുതിയ മാല മേടിച്ചെന്ന് കേട്ടോ. അറിയണം കേട്ടോ. അമ്പിളി ടീച്ചറിനടുത്ത് പറയണേ എന്റെ അപ്പൂച്ചക്ക് കുഞ്ചുമ്മ ഒരു സ്വർണ്ണ മാല മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അതെ കേട്ടോ. തൊപ്പിയൊക്കെ വെച്ചു
വലിയ സ്റ്റൈലാണ്. ഇവിടെ നല്ല ഇപ്പൊ കിട്ടിയായിരിക്കും അവിടെ ഡേഞ്ചറസ്. പകുതിക്ക് ഡേഞ്ചറസും ഇത് മറ്റേ ബേബിയാ ലിപ് ബാം. ബേബി ബാം എന്തോ നമ്മുടെ കടയിൽ നിന്നിട്ടല്ലേ അന്ന്. ആ ലിപ് ബാം. ഡേഞ്ചറസ് തൊപ്പിയാണ് പോയി. ഓ എന്റെ രാമാവേ. എന്റെ മാലയോട് നോക്കണേ. ഞാൻ തരത്തില്ല. ആ എനിക്കുണ്ട്. എനിക്കുണ്ട് കേട്ടോ മാല. തരത്തില്ലേ? തരത്തില്ല. ഇങ്ങോട്ട് നോക്കണി പിണങ്ങിക്കാണ്. തരത്തില്ല. എന്നെയോ ഡിച്ചു വെക്കുവന്ന്. എന്നെ ഡിച്ചു വെക്കുവോ? എല്ലാരും കൊണ്ട് കാണിച്ചേ. അവിടെ കൊണ്ട് കാണിക്കല്ല. എല്ലാരും കൊണ്ട് കാണിക്കേ. ഉടുപ്പ് പിടിക്കും. ഭയങ്കര ഷോ ഏടേ. അല്ല ആരാ? ലക്ഷ്മി അല്ല. ലക്ഷ്മിയുടെ ഒക്കെ ഷോ പിന്നെ ഇത് ഇട്ട് കൊടുത്തോ? ഇതൊരു സന്യാസിക്കാരാണ്. ചേട്ടാ ഭാഗമാണല്ലോ മക്കള്. നിനക്ക് വേണേ ഇടാൻ തരാം. അതെ അവര് പ്രമോസിറ്റോടെ കുളിച്ചിട്ട് വന്നത് പിള്ളേർ. ആ നീ ചേച്ചിക്കൊന്ന് ഇട്ട് കൊടുത്തേ. ആ അത് തന്നെ ഇട്ട് കൊടുക്കൂടി. നീ കൊടുത്തേ ഉള്ളതില് ചേച്ചിക്ക് ഇട്ട് കൊടുക്ക. അടുത്ത പ്രാവശ്യം എൻ്റെ മാലയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എന്ത് ബാബു. 5 വയസ്സോ? ഭയങ്കര ഷോഫാണല്ലോ. ഈ ഷോമോളാണ് കേട്ടോ. ഭയങ്കര ഷോയാ. ശ്രദ്ധിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷോയാ. എന്നാ ഇനി അച്ഛക്ക് ഇട്ടതാ. എന്റെ പൊന്നിട്ട് തരാത്തോണ്ട് അച്ഛ പുരിയില്. അച്ഛ ഒരു തരാം. എന്നാന്നാ ചോദിച്ചേ? അച്ഛക്ക് ഇട്ടോ. എന്റെ കുഞ്ഞ് എനിക്ക് കിട്ടാനേ. അതിന്റെ ഷോഫാ. അതാ പോയി നിക്കുന്നതാണ്. എന്താ? ഇല്ലില്ല. തിറ്റാമ ഊരി കാണിക്കണം, അന്നേരം കാണത്തുള്ളൂ. എടാ ഇവിടെ വാടാ. തിറ്റാമയെ കാണിക്കും. ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ആയതുകൊണ്ട് ഏറ്റവും ഇതൊക്കെ ഓരോരുത്തരുടെ കഴുത്തിലൊക്കെ കിടക്കുന്നു. മുഴുവൻ സ്വർണ്ണമല്ല, ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ്. നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടില്ലേ, സ്വർണം കൊണ്ട് പ്ലേറ്റ് ചെയ്തതാണ്. ഇത് കഴുത്തിൽ തന്നെ ഇടണം. എപ്പോഴും
കഴിയും പിന്നെ ഇല്ല ഞാൻ ഇട്ടോളാം. അത് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ എല്ലാത്തിനും വെള്ളിയുടെ ആ അതെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഓവറായിട്ട് ഒന്നിലും വിശ്വാസം അങ്ങനെ കാണിക്കത്തില്ലാത്തതുകൊണ്ട് ചിച്ചാമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ നമുക്ക്. ഒന്നുകൂടെ ഒത്തിരി ഇടുന്ന ഇഷ്ടമില്ല. മറന്നു പോയാൽ തന്നെ വേഗം അത് എടുത്ത് കഴിച്ചില്ല. ആ ഇല്ല ഇനി ഊരത്തില്ല ഇത്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സിംഹത്തിന്റെ ഒരു വെള്ളിയുടെ മോതിരം മേപ്പിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടോണ്ട് പോകും. പക്ഷെ ഊരി വെക്കും. എവിടെയെങ്കിലും പോയാൽ അങ്ങോട്ടും ഹലോ ദിസ് മൈൻ എന്റെ കഴുത്ത് എടുത്തിട്ട് ഇല്ലത്തെ പിള്ളേരെ അല്ല അവള് പ്രാർത്ഥിച്ചോണ്ടൊക്കെ നടക്കുക. ഇഷ്ടപ്പെട്ടു. അതിന്റെ ഷോയാണ്. ബാ 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 അച്ഛൻ കേട്ടതാ. ചേച്ചി യാത്രയാക്കാൻ വേണ്ടിട്ട് എത്ര പേരാന്ന് നോക്കി. മിക്കി നോക്കിയിരിക്കുന്നു. ആ അവള് പോയി. ആ അല്ല പേര് പറഞ്ഞത് അവള് പോയി കേട്ടോ. ചേച്ചിനെ യാത്രയാക്കാൻ എത്ര പേരാന്ന് നോക്കി. ഓ മിക്കി വരെ ഇരിക്കും ഇവിടെ. എന്നടി ആ കണ്ണിന് അപ്പുറത്ത് ജീവി പോലെ ഉണ്ടോ? ഉറക്കത്തിന്റെ ആയിരിക്കും അല്ലേ? ആരാ ഇതിട്ടാ വേണല്ലേ? ആ അതെ 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 ചേച്ചി എന്നോട് വിളങ്ങിയിരിക്കണേ. എന്നോട് വിളക്കമാണ് ചില ആൾക്കാർക്ക്. എന്നോട് വിളങ്ങിയിരിക്കുവാണ്. കാലാട്ടം കണ്ടോ? ദേഷ്യം വരുമ്പോഴേ കാലിട്ട് ആട്ടുന്നത് ഇങ്ങനെയൊക്കെ വെക്കുന്നത് കണ്ടോ? ദേഷ്യമാണ് എന്നോട് കൂട്ടില്ലേ എന്നത്തിനാന്നറിയോ? ടാറ്റ കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ. ചേച്ചിക്ക് ടാറ്റ കൊടുത്തേ. അതൊക്കെ തരും കേട്ടോ. ടാറ്റ ഉമ്മ. ചേച്ചി കൂട്ടുകൂടാ ചേച്ചി? ഇല്ല കേട്ടോ. ഇല്ല ചേച്ചി കൂട്ടില്ല കേട്ടോ. നമുക്ക് മിക്കിക്ക് പാലും എടുത്താലോ? ആ അത് ഓക്കെ ആണ്. ആ മിക്കിക്ക് പാലും എടുത്ത് അവിടെ നോക്കിയിരിക്കും. പാല് കുടിക്കുന്നോളം വരെ ഇവിടെ നോക്കി നിൽക്കും. ഇത് അടി പിടിക്കണേ. അവിടെ തേണ്ടേ ഇവിടുന്ന് ഇതിന്റെ തൊട്ട് പുറകില് അമ്പലം കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്നതിന് ഈ വീട് കഴിഞ്ഞിട്ട് അതിനപ്പുറത്താണ് ശിവന്റെ അമ്പലം. നമുക്ക് അപ്പൊ എല്ലാ ദിവസവും ഇവിടെ പള്ളി ഉറക്കം ഇതൊക്കെ കേൾക്കാം. അത് ചന്ദന. വാ പാല് കൊടുക്കാം നമുക്ക് പോവാം. നീ ഇങ്ങോട്ട് അകത്തോട്ട് ചെരുപ്പന്തിയ മോന്റെ. വിജയനെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി. ഇന്ന് ലൈസൻസിന്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി അക്ഷയ ഇന്ന് ഫുള്ള് മുനിസിപ്പാലിറ്റിയിൽ അക്ഷയ വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് സാധാരണ ശീലം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഒരു അന്നേരം തൊട്ടേ കണ്ണിനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ണിന് ഓൾറെഡി അലർജി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ചിറ്റാമ്മയായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നതാണ് കേട്ടോ. കുഞ്ചൂസ് ചിറ്റാമ്മ എടുത്തിരിക്കുന്നു. ചിറ്റാമ്മ കുറേ നാളായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുമോ. ഇങ്ങനെ ഭയങ്കര ഒരു മുഴ പോലെ വയറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ബോൾ പോലെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അതെന്തുവാണ് നമ്മൾ ആദ്യം ഓർത്തു ഡോക്ടർ പറഞ്ഞ് ഹെർണിയയുടെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കഴിച്ചു. പക്ഷെ അത് പിന്നീട് മനസ്സിലായി ഹെർണിയ അല്ലെന്ന്. അപ്പം ഇപ്പം ഭയങ്കര കുറേ ദിവസമായിട്ട് ചിറ്റാമ്മയ്ക്ക് ഭയങ്കര പെയിൻ. അപ്പം ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ മോനെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ തന്നെ പോയേക്കാം വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ വന്നതാണ്. ഇന്നിപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്തിരുന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചെയ്തിട്ട് ഞാൻ അവിടെ ഇറങ്ങി ചെല്ലണം. അപ്പോൾ ചിലപ്പോൾ കാണിച്ചിട്ട് പെട്ടെന്ന് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മധുമൂലയാണ് കേട്ടോ. മധുമൂല കുറേ അടുത്ത് കാണിച്ചു, പക്ഷെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് എന്തുവാണെന്ന് അറിയത്തില്ല. സ്കാൻ ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാനും കൂടിയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ.
അപ്പം ചിറ്റാമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഭയങ്കര പെയിനാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വേറെ പറയാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് തന്നെ വിസിബിളാണ്, വലിയൊരു ബോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് നടക്കുന്ന പോലെ ഇങ്ങനെ കാണാൻ പറ്റും വയറിനകത്ത്. അപ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള ഇങ്ങനത്തെ അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ചിറ്റാമ്മയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര വേദന ചിറ്റാമ്മയ്ക്ക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം പിന്നെ വേണ്ടേ മാല വേണ്ടേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് കളറോ കാര്യങ്ങളൊന്നും പോകത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വർണ്ണം ഇങ്ങനെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കടങ്ങളും കാര്യങ്ങളും പിന്നെ ഞാൻ അവരുടെ സ്വർണ്ണം പണയം വെച്ചിട്ട് ഇതുവരെ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കടം തീർക്കാനായിട്ട്, സ്ഥലം മേടിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കടങ്ങൾ തീർക്കാനായിട്ടുണ്ട്. അതിപ്പോൾ ഒരാൾക്ക് കൂടി ഇനി കൊടുക്കാനായിട്ടുണ്ട് ഒരു 2 ലക്ഷത്തോളം രൂപ. അപ്പോൾ അതുകൂടെ ഒന്നും കഴിഞ്ഞാലേ എനിക്ക് പണയം എടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടെ എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എല്ലാം തടസ്സമില്ലാതെ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കടയിൽ നിന്നാണെങ്കിലും ചെറിയ ചെറിയ പ്രൊമോഷൻസ് ആണെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടന്നു പോകുന്നുണ്ട്. ഏകദേശം 1 മാസം കൂടെ കഴിഞ്ഞാൽ കടം തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയിലും അക്ഷരമൊക്കെ കുറേ കയറി ഇറങ്ങി പലതവണ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നെല്ലാം ഭംഗിയായിട്ട് അതാത് സമയങ്ങളിൽ നടന്നു. നമ്മൾ പഴയ കട വിട്ട ആ കടയുടെ ലൈസൻസ് ക്ലോസ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പേപ്പറൊക്കെ വേണമായിരുന്നു. അതൊക്കെ പിഴപിഴന്ന് റെഡിയായി. അതൊക്കെ കുറേ ഭാഗ്യങ്ങൾ നടന്നു. അതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് നടന്നു. അപ്പോൾ ഇതൊരു ലക്കിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചേക്കുന്ന നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങളും എല്ലാം പയ്യെ അറിയിക്കാം നിങ്ങളെ. അപ്പം അതിനൊക്കെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ഇതിൻ്റെ കൂടെ ഞാൻ എന്നും എൻ്റെ പ്രിയ പത്നിയുടെ ഗിഫ്റ്റ് കൂടെ കൊണ്ടുപോകും. ഒരുപാട് സന്തോഷമുണ്ട് ആളത് എനിക്ക് മേടിച്ചു തന്നതിൽ. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഇനി ഞാനിങ്ങനെ അധികം ഒത്തിരി അങ്ങോട്ട് ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇതെല്ലാം മനസ്സിലുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവളുടെ സ്നേഹമാണ് ഓരോ കാര്യങ്ങളും അവൾ എനിക്ക് ചെയ്തു തരുന്നത്. അവൾ മനസ്സിൽ തട്ടി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഓരോ ഗിഫ്റ്റും ചെയ്തു തരുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തരും, ഉണ്ടാക്കി അവളുടേതായിട്ടുള്ള കലാവിരുത് വെച്ചിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. അപ്പോൾ അതേപോലെ തന്നെ അവൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന പോലെ. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് നമുക്ക് തരത്തുള്ളൂ. അത്രയും നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ തരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് കുഞ്ഞു സത്യം പറഞ്ഞാൽ. എൻ്റെയും കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്. അതേപോലെ അച്ഛയുടെ അമ്മയുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അവൾ. ഞാൻ ഇനിയിപ്പോൾ അവൾ പറഞ്ഞാന്ന് വിചാരിക്കില്ല കേട്ടോ. സത്യമായിട്ട് പറഞ്ഞാണ്. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി പൊങ്ങും, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും പറയും. പിന്നീട് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. അത് നീ എനിക്ക് മേടിച്ച് തന്നായിരുന്നല്ലോ, നീ നാളെ എനിക്ക് ഗോൾഡ് മേടിച്ച് തരില്ലോ എന്തൊക്കെ ചുമ്മാ പറയാമല്ലോ. അപ്പം അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തെ ബെല്ലിലേക്കും അടിച്ചു പിടിച്ചേക്കുക. അതേപോലെ നമ്മുടെ ഫാമിലിയിൽ സ്ഥിരം മെമ്പറാകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഇനി വീട്ടിൽ പോയി കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. വന്നിട്ട് വേണം ജിമ്മിൽ പോകാൻ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കണ്ണ് നോക്കി ആവത്തില്ല, നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ.